ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ പറ്റില്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രമേളക്കൊക്കെ പേര് കൊടുത്തിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ കേട്ടോ. അതായത് പ്രൊഡക്റ്റ് യൂസിങ് വേസ്റ്റ് മെറ്റീരിയൽസ്, അതായത് വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെയാണ് ഇതുകൊണ്ട് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. LP മുതൽ UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ള കുട്ടികൾ ശാസ്ത്രമേളയ്ക്ക് ഈ ഒരു വിഭാഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഇനി ഫസ്റ്റായിട്ട് നമുക്ക് പറയാനുള്ളത് LP UP വിഭാഗക്കാർ വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് അവർ പഠന സഹായികൾ, അലങ്കാര വസ്തുക്കൾ, ചെലവ് കുറഞ്ഞ മറ്റ് ഉപയോഗയോഗ്യമായിട്ടുള്ള വസ്തുക്കൾ എന്നിവയുടെ നിർമ്മാണമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള യാതൊരു രൂപങ്ങളോ അതേപോലെ തന്നെ ഓൾറെഡി നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്ത് കൊണ്ടുവരുന്ന വസ്തുക്കളുണ്ടല്ലോ, അതൊന്നും അനുവദിക്കൂല. കൗതുക വസ്തുക്കൾ, പഠന സഹായികൾ, സാമൂഹ്യ പ്രസക്തിയുള്ള വസ്തുക്കൾ, ഇവയിൽ ഓരോ ഇനത്തിലും പരമാവധി 3 വീതം മാത്രം നിർമ്മിക്കുക കേട്ടോ. ഇനി ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ള കുട്ടികൾ ചെയ്യേണ്ടത് പാഴ്വസ്തുക്കൾ കൊണ്ട്, അതായത് വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് പഠന സഹായികൾ, അലങ്കാര വസ്തുക്കൾ, ചിലവ് കുറഞ്ഞ മറ്റ് ഉപയോഗയോഗ്യമായിട്ടുള്ള വസ്തുക്കൾ എന്നിവയുടെ നിർമ്മാണമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള യാതൊരു രൂപങ്ങളോ അതേപോലെ തന്നെ നിങ്ങൾ മുമ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മറ്റ് വസ്തുക്കളോ ഇവിടെ അനുവദനീയമല്ല. അതായത് നിങ്ങൾ സ്പോട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വസ്തുക്കൾ മാത്രമേ ഇവിടെ യൂസ് ചെയ്യാൻ, അതായത് എക്സിബിഷന് പറ്റുള്ളൂ. നിങ്ങൾക്ക് 3 മണിക്കൂറായിരിക്കും കേട്ടോ ടൈം ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉൽപ്പന്നങ്ങൾ താഴെ പറയുന്ന പ്രകാരമാണ് നിർമ്മിക്കേണ്ടത് കേട്ടോ. ടീച്ചിങ് എയ്ഡ്സ്, അതായത് നിങ്ങൾക്ക് പഠനവുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കുക അതൊക്കെ ചെയ്യുക. അത് 3 കേട്ടോ. ഹൈസ്കൂൾ അതേപോലെ ഹയർ സെക്കൻഡറി തലത്തിൽ പഠന പ്രവർത്തനങ്ങൾക്ക് പ്രയോജനപ്പെടാവുന്ന തരത്തിൽ ഉള്ളത് ആവണം. ഓക്കെ. പിന്നെ കരകൗശല വസ്തുക്കൾ 3 ഉണ്ടാക്കണം. അതേപോലെ തന്നെ സാമൂഹ്യ പ്രസക്തിയുള്ള ഉൽപ്പന്നങ്ങൾ 3 ഉണ്ടാക്കണം. അതായത് സാമൂഹ്യ പ്രസക്തി എന്നൊക്കെ പറഞ്ഞാൽ മാലിന്യ സംസ്കരണം മുതൽ ആനുകാലിക പ്രശസ്തി, നിത്യോപയോഗ സാധ്യതയുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല വൃത്തിക്ക് തന്നെ വർക്കുകളൊക്കെ ചെയ്യുക. ഓക്കെ.